ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്നുള്ളൊരു ടൂറാണ്. ബസ്സിൽ നല്ല പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ. അപ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ ചായ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, പൊറാട്ടയും വെള്ളപ്പവും കുറുമക്കറിയും കൂടി കൊണ്ടുപോയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ബോട്ട് യാത്ര ആയിരുന്നു കേട്ടോ അടുത്തത്. അപ്പോൾ ബോട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ കയറുമ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും കൂടി ആയപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നെ ബസ്സിലത്തെ പോലെ നല്ല പാട്ടും ഡാൻസൊക്കെ തന്നെയായിരുന്നു ബോട്ടിലും. അതൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ പിന്നെ ഐസ്ക്രീം വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഐസ്ക്രീമൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്പീഡ് ബോട്ട് വന്നു കേട്ടോ. സ്പീഡ് ബോട്ട് വന്നപ്പോൾ രണ്ടാൾ ആദ്യം കയറി നോക്കി, ട്രയൽ നോക്കി. പിന്നെ അതിൽ കുഴപ്പമൊന്നുമില്ല പറഞ്ഞപ്പോൾ പിന്നെ ബാക്കിയുള്ള കുറച്ചാൾ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരാൾക്ക് 300 രൂപ കേട്ടോ സ്പീഡ് ബോട്ടിൽ കയറാൻ. പിന്നെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് പേടിയായിട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ സ്പീഡ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മതിയായി, അതുകൊണ്ട് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുള്ള ഉച്ചഭക്ഷണത്തിൻ്റെ സമയമായപ്പോൾ അവിടെ അടുത്തൊരു ഹോട്ടലുണ്ടായിരുന്നു. അതിൽ കയറി കരിമീൻ പൊള്ളിച്ചതും സാമ്പാറും ഉപ്പേരും പപ്പടമൊക്കെ തന്നെ ആയിരുന്നു. അടിപൊളി ഭക്ഷണമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു വീണ്ടും അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബോട്ട് യാത്ര നല്ല അടിപൊളി യാത്ര ആയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് ബോട്ടിൽ കയറുന്നത്. പിന്നെ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകണ്ടേ, മറൈൻ ഡ്രൈവ്. പിന്നെ അവിടേക്കുള്ള യാത്ര ആയിരുന്നു. അതിലും അതെ, ബസ്സിൽ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മറൈൻ ഡ്രൈവ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോൾ കുറച്ച് വൈകി. അപ്പോൾ അവിടെ വാട്ടർ മെട്രോയിൽ കയറണം എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ നോക്കുമ്പോൾ 1 മണിക്കൂർ വൈകി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിൽ കയറിയില്ല. അവിടെ എല്ലായിടത്തൊന്ന് ചുറ്റി നടന്നു. പിന്നെ അവിടെ കുറേ സാധനങ്ങൾ ഉപ്പിലിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചീനമുളക്, നെല്ലിക്ക, മാങ്ങ, അങ്ങനെ പിന്നെ കുറേ എന്തൊക്കെയുണ്ട്. അപ്പോൾ അതൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വേറെ വാങ്ങിയിട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോന്നു. ഞങ്ങൾ കാക്കനാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് പിന്നെ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയത്. അപ്പോൾ അവിടുന്ന് മന്തിയായിരുന്നു കഴിച്ചത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.